ചായക്കട പോയിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ ഷോക അടിച്ചിരിക്കുന്ന കണ്ടിട്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞു ബാടി നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു ചായ കുടിക്കാൻ നമുക്ക് ഇവിടുന്ന് കുടിച്ചാൽ പോരെ, എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിൽ നിന്റെ ബോറടിയൊക്കെ മാറ്റാൻ നമുക്ക് വേറൊരു നല്ല ഒരു പ്രകൃതിരമണീയമായ സ്ഥലത്തോട്ട് കൊണ്ടുവന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയത്. ഗോവിന്ദേട്ടൻ്റെ പണ്ടത്തെ വീഡിയോയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. വെളിയനാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ 4 മണിക്കാറ്റ് അതുപോലെ തന്നെ കുടുംബശ്രീക്കാർ നടത്തുന്ന ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അവിടെ നല്ല ചൂട് ചായയും നല്ല പഴംപൊരിയും പരിപ്പൊടിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയത്. നമ്മൾ ഈ കുറേ സഞ്ചരിച്ചിട്ടും ഈ കട കാണുന്നില്ല. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഗോവിന്ദേട്ടൻ ഈ കട വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ കുറേ പോയിട്ട് ആ കട പോയിട്ട് ഒന്നും കാണുന്നില്ല. ഗോവിന്ദേട്ടനെ ഞങ്ങൾ കളിയാക്കി കൊന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി അവിടുത്തെ കാഴ്ചയെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല രസമാണ് കാണാൻ. 2 സൈഡിലും പാടവും അതുപോലെ തന്നെ ഒരു ചെറിയ വഴി കൂടെ KSRTC ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ കട കിട്ടി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഗോവിന്ദേട്ടൻ ഒരു ആശ്വാസമായത്. അല്ലെങ്കിൽ ഇവളെയും കൊണ്ട് ഞാൻ ഇത്രയും ദൂരം എന്ന് വെച്ചാൽ എനിക്കൊന്ന് 24 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു തോന്നുന്നു. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത്. എന്തായാലും പോക്ക് വെറുതെ ആയിട്ടില്ല. നല്ലൊരു പ്ലേസ് ആയിരുന്നു. അതുപോലെ തന്നെ സൂര്യാസ്തമയമൊക്കെ കാണാൻ കഴിഞ്ഞു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചപ്പോഴത്തേനും ഞാൻ ഹാപ്പി. അതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.